ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഓഫറിംഗ് ആയിട്ടുള്ള XUV 3XO ആണ്. ഇപ്പോൾ മാർക്കറ്റിലുള്ള XUV 300നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മഹീന്ദ്ര ലോഞ്ച് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് XUV 3XO. ഇന്ത്യൻ കാർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ് 4 മീറ്റർ SUVs വളരെയധികം വിറ്റഴിക്കപ്പെടുന്ന ഒരു കാറ്റഗറിയാണ്. ഇപ്പോൾ മാരുതി സുസുക്കി ബ്രസ, ഹുണ്ടായി വെന്യൂ, കിയ സോണറ്റ് എന്നിങ്ങനെയുള്ള കാറുകൾക്കിടയിലാണ് XUV 300 മത്സരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഷെയറിൽ അതിന് അത്രത്തോളം ഒരു സക്സസ് റേറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാറ്റഗറി വളരെ സ്റ്റിഫ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി തന്നെ ഈ വണ്ടീനെ ടോട്ടലി റീവാമ്പ് ചെയ്താണ് മഹീന്ദ്ര ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഫേസിയം മൊത്തമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, റിയർ എൻഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ന്യൂ ഫീച്ചേഴ്സ്. അതുപോലെ ടോപ്പ് എൻഡ് മോഡലിൽ എയ്ഡാസ് ലെവൽ 2 ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുമായിട്ടാണ് മഹീന്ദ്ര ഈ 3XO ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മളുടെ കയ്യിൽ ടെസ്റ്റ് ഡ്രൈവിനുള്ളത് ഒരു AX5 വേരിയൻറ്റ്, ഡീസൽ വേരിയൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതൊരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്, 1.5 ലിറ്റർ ടർബോ ഡീസൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് XUV 300 വ്യത്യാസപ്പെടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഒരുപാട് ചേഞ്ചസുമായിട്ടാണ് മഹീന്ദ്ര ഈ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫ്രണ്ട് ഫേസിയ നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് ചേഞ്ചസ് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഫേസിയയിൽ തന്നെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ എംബ്ലമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് ഗ്രിൽ ടൈപ്പാണ് ഇതിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോഴേക്കും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന XUV 300 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ക്ലോസ് ഗ്രിൽ ടൈപ്പാണ് ഇവിടെ വരുന്നത്. എന്നാൽ എയർ വെന്റിലേഷന് തന്നെ അടിയിൽ വേറെ ഒരു ഓപ്പൺ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ നമുക്ക് LED DRLs വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു AX5 വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിന് ടോപ്പ് എൻഡിൻ്റെതായ എല്ലാ ലൈറ്റിംഗ് സിസ്റ്റംസും ഇല്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഫോഗ് ലാംപ്സ് ഇല്ല, പക്ഷേ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഉണ്ട്. പിന്നെ LED ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് മഹീന്ദ്ര. അതുപോലെ തന്നെ ഈ റണ്ണിങ് ലൈറ്റ്സ് കുറച്ച് അകത്തേക്ക് ഇരിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് തന്നെ വണ്ടിയുടെ ഒരു എന്താ പറയുക, ഒരു മസ്കുലർ ലുക്കിന് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. XUV 300 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ XUV 3XO ഫ്രണ്ടിൽ നിന്ന് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, XUV 300 നമ്മൾ നോക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ബോക്സി ടൈപ്പ് ഓഫ് ഡിസൈൻ ആയിരുന്നു. അപ്പോൾ അതിനെ എന്താ പറയുക, ഒരു പക്ക റീപ്ലേസ്മെൻറ്റ് എന്ന് പറയാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഫേസിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോൾഡർ ലൈൻസ് ആണെങ്കിലും ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പ്ലേസ്മെൻറ്റ് ആണെങ്കിലും എല്ലാം XUV 300 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി ബെറ്റർ ലുക്കിംഗ് കാറാക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ലൈൻസും റിയർ എൻഡും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ XUV 3XOയിലേക്ക് വരുമ്പോഴും XUV 300ൽ നിന്ന് വലിയ കാര്യമായ മാറ്റങ്ങൾ ഈ സൈഡ് പ്രൊഫൈലിൽ മഹീന്ദ്ര വരുത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ A പില്ലറിലാണെങ്കിലും B പില്ലർ ലൈൻസിലാണെങ്കിലും നിങ്ങൾക്കറിയാം, ഇത് XUV 300നോട് വളരെയേറെ സാമ്യമുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് ഈ AX5 വേരിയൻറ്റിൽ സ്റ്റോക്കായിട്ട് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങും ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ ത്രൂ ഔട്ട് റൺ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഫ്രണ്ട് വീൽ ആർക്കിൻ്റെ മേളിലും ബാക്ക് വീൽ ആർക്കിൻ്റെ മേളിലും ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങിൽ ഇവിടെ ഒരു കട്ട് മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അതൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് സൈഡ് മിറേഴ്സ് ആണ് വരുന്നത്. നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഈ മിററിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് മഹീന്ദ്ര ഈ വണ്ടിക്ക്. അതുപോലെ തന്നെ ബ്ലാക്ക്ഡ് ഔട്ട് റൂഫ് റെയിൽസ് വരുന്നുണ്ട്. പിന്നെ ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ സൈഡ് പ്രൊഫൈലിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിയാൽ നമ്മൾ ഒരു XUV 300 ആണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും എന്നാൽ ഇതിൻ്റേതായിട്ടുള്ള ഡിഫറൻസസ് മഹീന്ദ്ര വണ്ടിക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതുകൂടാതെ തന്നെ നിങ്ങളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ വണ്ടിക്ക് മഹീന്ദ്ര ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് ബ്രേക്സും കൊടുത്തിട്ടുണ്ട്. ആസ് ഐ ടോൾഡ് യു, ഇതൊരു AX5 വേരിയൻ്റ് ആണ്. ലോവർ വേരിയൻസ് വരുമ്പോഴേക്കും ബാക്ക് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. പക്ഷേ ഇതിന് മഹീന്ദ്ര ബോത്ത് ഡിസ്ക് ബ്രേക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്ര ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ XUV 300 കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ ചേഞ്ച് ഇല്ല, എന്നാൽ ഇതിൻ്റേതായ ഡിസൈൻ എലമെൻറ്റ്സും ഈ വണ്ടിക്ക് മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ റിയർ എൻഡ് ചെക്കൗട്ട് ചെയ്യാം. XUV 3XOയിലേക്ക് വരാൻ നേരത്ത് മഹീന്ദ്ര
ടോട്ടലി ഇതിൻ്റെ റിയർ ആൻഡ് ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം XUV300 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി ബോക്സി ഡിസൈൻ ആയിരുന്നു. പക്ഷേ 3XOയിലേക്ക് വരുമ്പോഴേക്കും ഈ ടോട്ടൽ റിയർ എൻഡ് അവർ റീവാമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മേളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണാനാവുന്ന ഒരു റിയർ സ്പോയിലർ വളരെ ക്ലീൻ ആയിട്ട് ഈ വണ്ടിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിയൽ സ്പോയിലറിൽ തന്നെ ഒരു ബ്രേക്ക് ലൈറ്റും അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ എന്താ പറയുക, വണ്ടിയുടെ ബാക്ക് ഡിസൈനുമായിട്ട് വളരെ ഒത്തിണങ്ങിയ രീതിയിലാണ് ഈ സ്പോയിലർ പ്ലേസ്മെൻറ്റും ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് പ്ലേസ്മെൻറ്റും വരാൻ വരുന്നത്. പിന്നീട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു റിയർ വൈപ്പറും ഡീഫോഗറും കാണാൻ പറ്റും. ആസ് ഐ സെഡ്, ഇതൊരു AX5 വേരിയൻ്റ് ആണ്, അതുകൊണ്ടാണ് റിയർ വൈപ്പേഴ്സൊക്കെ വരുന്നത്. എന്നാലും അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മഹീന്ദ്ര ഇവിടെ. പിന്നെ അതിൻ്റെ അടിയിലാണ് ഈ വണ്ടിയുടെ റിയർ എൻഡിലെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഉള്ള മറ്റുള്ള വണ്ടികളിൽ കണ്ടുവരുന്നത് പോലെ ഒരു ഫുൾ റണ്ണിങ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു LED ബ്രേക്ക് ലൈറ്റ് ആണ്. ഇത് ആ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ ടോട്ടലി ഒരു സിംഗിൾ ബ്രേക്ക് ലൈറ്റ് എന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം മഹീന്ദ്രയുടെ ട്വിൻ പീക്സ് പുതിയ ലോഗോ അത് വളരെ ബോൾഡായിട്ട് തന്നെ ഇവിടെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ XUV3XO എന്ന ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. പക്ഷേ വേരിയൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാൻഡിങ് എന്തുകൊണ്ടോ മഹീന്ദ്ര ഇതിൻ്റെ ഒറ്റ മോഡലുകളിൽ നൽകിയിട്ടില്ല. ഈ ഒരു ബ്രാൻഡിങ് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഏത് വേരിയൻ്റ് ആണെന്ന് നമുക്ക് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ മഹീന്ദ്ര ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിംഗിൾ ബ്രാൻഡഡ് വണ്ടി എന്നുള്ള രീതിയിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ നമ്മൾ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയർ ബമ്പർ നിങ്ങൾ നേരത്തെ കണ്ട ആ പ്ലാസ്റ്റിക് ക്ലാഡിങ്ങിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. ആ റിയർ ബമ്പർ നമുക്കിവിടെ കാണാം. ഒരു എന്താ പറയുക, ഒരു ഇത്തിരി ബൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് റിയർ ബമ്പർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആ റിയർ ബമ്പറിൽ 2 റിഫ്ലക്ടർ ലൈറ്റ്സും മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രേ സ്കിഡ് പ്ലേറ്റ് ആണ്, റിയർ സ്കിഡ് പ്ലേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ യാതൊരുവിധ എന്താ പറയുക, എക്സോസ്റ്റ് പുറത്തേക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് നമുക്ക് എക്സോസ്റ്റ് ഇപ്പോൾ ഇവിടെ ഉണ്ട്, പക്ഷേ എങ്കിലും അത് പുറത്തേക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ മഹീന്ദ്ര ഈ റിയർ ബമ്പറും ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ റിയർ സൈഡിൽ നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ടോട്ടലി റീവാമ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇനി നമുക്കിതിൻ്റെ എൻജിൻ ബേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, XUV3XOയുടെ എൻജിൻ ബേയിലേക്ക് നമ്മൾ വരാൻ നേരത്ത് ഇത് ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള വണ്ടി ഇതൊരു 1.5 ലിറ്റർ ടർബോ ഡീസലാണ്. ഇതിപ്പോൾ എൻജിൻ ബേയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ എന്താ പറയുക, ഈ 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഈസ് റിയലി നൈസ് കമ്പയറിങ് ടു അതർ കാർ ഇൻ ദിസ് കാറ്റഗറി. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഈ ബോണറ്റ് പൊക്കുവാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്താ പറയുക, യൂറോപ്യൻ കാർസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ഇതിൻ്റെ ബോണറ്റിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിനൊരു സൗണ്ട് പ്രൂഫിങ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ ആസ് ഐ ടോൾഡ് യു ഇത് ഒരു 1.5 ലിറ്റർ ടർബോ ഡീസലാണ്. അത് കൂടാതെ തന്നെ ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലും ഈ വണ്ടി അവൈലബിൾ ആണ്. ഈ വണ്ടി ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിലാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ വേരിയൻറ്റും അവൈലബിൾ ആണ്. അതുപോലെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ വണ്ടികൾക്കും ഓട്ടോമാറ്റിക് വേരിയൻസ് ഉണ്ടെന്നുള്ളതാണ്. മഹീന്ദ്ര എല്ലാ മോഡൽസിനും ഓട്ടോമാറ്റിക് വേരിയൻസ് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആളുകൾ കൂടുതലും ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വേരിയൻസിലും നമുക്ക് ഓൾമോസ്റ്റ് ഓട്ടോമാറ്റിക്സ് ഉണ്ടാവും. അപ്പോൾ അത് വളരെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ടും, അല്ലെങ്കിൽ ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ബാക്കി ഈ ഒരു കാറ്റഗറിയിലുള്ള വണ്ടികൾക്ക് എല്ലാത്തിനും ഓട്ടോമാറ്റിക് വേരിയൻസ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഓട്ടോമാറ്റിക് വേരിയൻസ് ടോപ്പ് എൻഡിലേക്കായിരിക്കും കൂടുതൽ വരുന്നത്. പക്ഷേ ഇതിനെ ഓൾമോസ്റ്റ് എല്ലാ വേരിയൻസും തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്. അപ്പോൾ 3XOയുടെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം ബാക്ക് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ റിയറിൽ നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് മഹീന്ദ്ര ഈ കാറിന് നൽകിയിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡോർ ഹാൻഡിലിൽ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതും പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു ഗ്ലോസി ഫിനിഷാണ് ഈ നമ്മൾ ഹാൻഡ് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് ഇവിടെ നൽകിയിരിക്കുന്നത്. പോരാണ്ട് ഒരു ചെറിയൊരു ലെതറൈറ്റ് ഭാഗം കൂടി നൽകിയിട്ടുണ്ട്, കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു കംഫർട്ടിനും ഒരു പ്രീമിയം ഇതിനു വേണ്ടി. അതൊരു സോഫ്റ്റ് ടച്ച് ലെതറാണ്, ലെതർ അല്ല, ഇറ്റ്സ് ലെതറൈറ്റ്, ബട്ട് സ്റ്റിൽ അങ്ങനെ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ കയറി ഇരിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടില്ല. നമ്മളൊരു നോർമൽ കാറിൽ കയറിയിരിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത്. ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ. ഇപ്പോൾ എൻ്റെ ലീനിങ് ആംഗിളും ആണെങ്കിലും എനിക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന
ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇതുള്ളത്. അതുപോലെ തന്നെ വേറെ പറയേണ്ട ഒരു കാര്യം, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു ചെറിയ കാറായിട്ട് തോന്നുമെങ്കിലും ഇതിൽ ആംപിൾ ലെഗ് സ്പേസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഫ്രണ്ടിൽ എനിക്കിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ സീറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ നോക്കിയാലും എനിക്ക് ഇത്രയും ലെഗ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് സ്പേസും പ്രോപ്പറാണ്. ഐ എം അറൗണ്ട് 5'9". എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഹെഡ് സ്പേസും കിട്ടുന്നുണ്ട്. ചിലപ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക്, ഒരു 6 ഫുട്ടിന് അബോളുള്ള ആളുകൾക്ക് ഹെഡ് സ്പേസ് ഒരു ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ ബട്ട് ഫോർ മീ ആസ് എ പേഴ്സൺ ഇറ്റ്സ് റിയലി ഫൈൻ ആൻഡ് കംഫർട്ടബിൾ. അതുപോലെ തന്നെ നമുക്ക് ആംപിളായിട്ടുള്ള തൈ സപ്പോർട്ട് വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഏകദേശം ഇത്രയും സീറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ ആംപിളായിട്ടുള്ള തൈ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. സീറ്റ്സിലേക്ക് വരുമ്പോഴേക്കും മഹീന്ദ്ര ഈ വണ്ടിക്ക് ഒരു ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു 60-40 സ്പ്ലിറ്റുള്ള സീറ്റാണ് വരുന്നത്. അതുകൂടാതെ തന്നെ 3 പ്രോപ്പർ ഹെഡ് റെസ്റ്റും മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അതായത് 3 പേർക്ക് പ്രോപ്പറായിട്ട് ഇരുന്ന് പോകാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവരത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്കൊരു പുൾ ഡൗൺ കപ്പ് ഹോൾഡറും ഈ വണ്ടിയിൽ തരുന്നുണ്ട്. 2 കപ്സ് വെക്കാൻ പറ്റിയ രീതിയിൽ തന്നെ അത് സീറ്റിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ടണൽ അത്ര വലിയ സെൻറ്റർ ടണൽ അല്ല. അപ്പോൾ 3 പേർക്ക് ഈ സീറ്റിൽ ഇരുന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം ബ്രോഡായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലുള്ള 3 പേർക്ക് ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും ഒരു ഡീസൻറ്റ് സൈസ് അല്ലെങ്കിൽ ഒരു മിഡിൽ സൈസ് ആയിട്ടുള്ള 3 പേർക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാം. ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ദാറ്റ് മച്ച് കംഫർട്ടബിൾ. 2 പേർക്ക് സുഖമായിരുന്ന് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ്സ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ആംപിളായിട്ടുള്ള നമുക്ക് തൈ സപ്പോർട്ട് ഉണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ലീൻ ആംഗിളും വളരെ നല്ലൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതുകൂടാതെ തന്നെ ബാക്കിലെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ AC വെൻസ് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു C ടൈപ്പ് ചാർജർ ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു 12 വോൾട്ട് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇവിടെ ചെറിയൊരു സ്പേസും മഹീന്ദ്ര ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ മൊബൈൽ ഇവിടെ നിന്ന് തന്നെ ചാർജ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ചെറിയ സ്പോട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള തന്നെ AC വെൻസ് ആണ്. അതുകൂടാതെ തന്നെ നമ്മളുടെ ബാക്ക് സീറ്റുകൾക്ക് 2 എണ്ണത്തിനും 2 അത്യാവശ്യം ബുക്കും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള 2 പോക്കറ്റ്സും മഹീന്ദ്ര ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോറിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് അവിടെയും 2 ഡോർസിനും ഏകദേശം ഒരു കുപ്പി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ആംപിളായിട്ട് നമുക്ക് വേറെ വെക്കാനുള്ള ആംപിൾ സ്പേസ് മഹീന്ദ്ര അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാബിൻ്റെ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡിസൈൻ ഇതിനെ കുറച്ചും കൂടി ഏറി ആക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ പുറത്തേക്ക് നോക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള രീതിയിലാണ് വിൻഡോസ് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് ക്യാബിന് എന്തായാലും വരുന്നില്ല. ഇത് കുറച്ചും കൂടി ഏറിയ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിന് ഇതിൻ്റെ ഈ ഒരു കളർ ഇതും കൂടി സഹായിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ആസ് നോർമൽ ഒരു ബാക്കിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അത് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ വരുന്നത്. ഇപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് നല്ല സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ ടോപ്പ് എൻഡിന് ലെതറൈറ്റ് സീറ്റ്സും മഹീന്ദ്ര ഈ മോഡലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടിൽ എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കാം. XUV 3XOയുടെ ഇൻറ്റീരിയറിലേക്ക് വരാൻ നേരത്ത് നമുക്ക് ഒരുപാട് സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് മഹീന്ദ്ര ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ഇതിനൊരു ചെറിയ ഒരു ലെതറൈറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഈ യോക്കിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതുകൂടാതെ തന്നെ മഹീന്ദ്രയുടെ ലോഗോവും കൊടുത്തിട്ടുണ്ട്. പേഴ്സണലി പറയുവാണെങ്കിൽ ഈ സ്റ്റിയറിംഗ് നമ്മൾ നോക്കാൻ നേരത്ത് എനിക്കിത് അല്പം ഒരു ചെറുതായിട്ടൊരു ഫീല് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഡയമീറ്റർ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നാണ് തോന്നുന്നത്. ബട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് സ്റ്റിയറിംഗ് ഫീൽ, നല്ലൊരു ഫീല് തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇത് ഒരു 3 ടോൺ ഫിനിഷാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിനെന്ന് പറയാം. അത് 3 ടോൺ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഹാർഡ് പ്ലാസ്റ്റിക് എല്ലാം ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്, ഒരു മാറ്റ് ബ്ലാക്കിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് താഴേക്ക് നോക്കിയാൽ അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ വൈറ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം ഏകദേശം ഒരു 3 ടോൺ. അത് കൂടാതെ തന്നെ ഈ ഫ്രണ്ടിൽ ഒരുപാട് പോർഷൻസ് ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഇപ്പോൾ ടച്ച് സ്ക്രീൻ ആണെങ്കിലും അതിൻ്റെ അടിയിലുള്ള കൺട്രോൾസ് ആണെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സെൻറ്റർ ടണൽ ആണെങ്കിലും എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് വരുന്നത്. അത് കൂടാതെ ഇതിൻ്റെ വേറൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് ദിസ് ഇസ് എൻ AX5 വേരിയൻറ്റ് ഇതിന് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ടെസ്റ്റ് ഡ്രൈവിനുള്ള ഈ വണ്ടിക്ക് വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം ഇത് ഫുൾ
ഫുള്ളി ഡിജിറ്റലാണ്. നമുക്ക് അനലോഗായിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലൊന്നുമില്ല. ദെൻ നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആസ് യു നോ, ഇതാണ് നമ്മുടെ സെൻറ്റർ കൺസോൾ വരുന്നത്. ഈ സെൻറ്റർ കൺസോളിൽ നമുക്ക് ഒരു വലിയ ടച്ച് സ്ക്രീൻ മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പല വേരിയൻറ്റിൽ പല സൈസുകളിലാണ് ഈ ടച്ച് സ്ക്രീൻ വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു ലോവർ വേരിയൻറ്റ് ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ലോവർ വേരിയൻറ്റിൽ ഞങ്ങൾ കണ്ട അതേ ടച്ച് സ്ക്രീൻ അല്ല ഈ ഒരു ഹയർ വേരിയൻ്റായ AX5 ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ടച്ച് സ്ക്രീനാണ് ഇതിൽ നമുക്ക് വരുന്നത്. ഇത് ഏകദേശം ഇതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് നമ്മുടെ ഇതിൻ്റെ തന്നെ മഹീന്ദ്രയുടെ തന്നെ ബിഗർ വെഹിക്കിൾസ് ആയിട്ടുള്ള നമുക്ക് XUV 700 അല്ലെങ്കിൽ സ്കോർപിയോനിലൊക്കെ കണ്ടിട്ടുള്ള ഏകദേശം ഒരു യൂസർ ഇൻ്റർഫേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എക്സാക്ട് മാച്ചിങ് അല്ല, ബട്ട് സ്റ്റിൽ ഇത് കുറച്ചും കൂടി നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 AC വെൻസ് തരുന്നുണ്ട് മഹീന്ദ്ര. പിന്നെ നമുക്ക് AC കൺട്രോൾസ് എല്ലാം ഡിജിറ്റൽ അല്ല, ഇത് എല്ലാം ഫങ്ഷനിങ് എന്ന് പറയുന്നത് ബട്ടൺ ഫങ്ഷനിങ് ആണ്. പക്ഷെ അതുപോലെ ഈ വണ്ടിയുടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിൽ വരുന്നൊരു വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഡുവൽ സോൺ ആണ്. അപ്പുറം പാസഞ്ചറിനും ഡ്രൈവറിനും സെപ്പറേറ്റ് ടെമ്പറേച്ചർ സോൺസ് നമുക്ക് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരുപാട് വണ്ടികളിൽ കണ്ടുവരുന്നുണ്ട് ഈ കൺട്രോൾസ് എല്ലാം ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ബേസിക് കൺട്രോൾ. ബട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫുള്ളി മാനുവൽ കൺട്രോൾസ് ആണ് നമുക്ക് വണ്ടി ഇവിടെ തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഇവിടെ ഒരു വയർലെസ് ചാർജറും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു മാനുവൽ വേരിയൻ്റ് ആണ്, 6 speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗിയർ ലിവറും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒരു 6 speed റിവേഴ്സ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഗിയർ ലിവറാണ് നമുക്ക് ഇത് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ബ്രേക്കും ഹാൻഡ് ബ്രേക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കമ്പനി തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒരു ഡേർട്ട് മാഗ്നറ്റും കൂടിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ ടണലിലോട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയും നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 കപ്സ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്പണിങ്ങും ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കൊരു സെൻറ്റർ ഹാൻഡ് റെസ്റ്റും തന്നിട്ടുണ്ട്. ഇത് ഒരു ലെതറൈറ്റിലാണ് ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ ഫിനിഷ് വരുന്നത്. ഓക്കെ, അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ കീപ്പ് ചെയ്യാനുള്ള ഒരു സ്മോൾ സ്പേസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡോർസിലേക്ക് നോക്കുവാണെങ്കിലും ഇപ്പോൾ ഡോർസ് ആണെങ്കിലും നമുക്ക് ഇപ്പോൾ 2 ബോട്ടിൽ ഫീഡ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ ബാക്കി എന്തെങ്കിലും സാധനങ്ങൾ കീപ്പ് ചെയ്യാനുള്ള ആംപിൾ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് ഡോറിൽ 4 വിൻഡോസിനും ഉള്ള ബട്ടൺസ്, അതായത് 4 വിൻഡോസിനും ഉള്ള ബട്ടൺസ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺസ് തന്നിട്ടുണ്ട്. ഇതിന് ഓട്ടോമാറ്റിക് മിറേഴ്സാണ് ഈ വേരിയൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ മിറർ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാനുള്ള മിറർ കൺട്രോൾ ബട്ടൺസ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൺറൂഫ് വരുന്ന ഒരു മോഡലാണ്. ഓക്കെ, മഹീന്ദ്ര 3XOന് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ സൺറൂഫാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സബ് കോമ്പാക്ട് SUVകളിലെ സാധാരണ വരുന്ന സൺറൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ചെറിയ സൺറൂഫാണ് വരുന്നത്. പക്ഷേ ഒരു പനോറമിക് സൺറൂഫ് 3XOയുടെ ടോപ്പ് എൻഡ് മോഡലിന് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇവിടെ ഇന്ന് ടെസ്റ്റ് ഡ്രൈവിനുള്ള വണ്ടി ഒരു AX5 ആയതുകൊണ്ട് അതിലൊരു നോർമൽ സൺറൂഫാണ് വരുന്നത്. സ്റ്റിൽ വി ഹാവ് എ സൺറൂഫ് ഇൻ ദിസ് കാർ. ഓക്കെ, പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊന്നും കൂടി പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ബാക്കിയുള്ള ഫങ്ഷണാലിറ്റികളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് ഈ വണ്ടി വരുന്നത്. അത് ഒരുപാട് ഇൻഫർമേഷൻ തരുന്ന ഒരു ക്ലസ്റ്ററും കൂടിയാണ്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ഈ മോഡലിന് വരുന്നത്. ഇപ്പം നമ്മൾ വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ്. അത് ഒരുപാട് ഇൻഫർമേഷനും കൂടി തരുന്ന ഒരു ക്ലസ്റ്ററാണ് ഇത് വരുന്നത്. ഇപ്പോൾ അതിൽ നോക്കിയാൽ തന്നെ അറിയാം, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് അതിൽ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡോർ ഓപ്പൺ ആണ് നമ്മളുടെ. അപ്പോൾ ഡോർ ഓപ്പൺ ഇൻസ്ട്രക്ഷൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ RPM മീറ്ററൊക്കെ വളരെ ഭംഗിയുള്ള രീതിയിൽ തന്നെ മഹീന്ദ്ര ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് RPM ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് RPM റൈസ് ചെയ്യുന്ന രീതിയെല്ലാം വളരെ നീറ്റായിട്ട് തന്നെ മഹീന്ദ്ര അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് സ്പീഡോമീറ്ററും ടാക്കോമീറ്ററിലാണെങ്കിലും വളരെ നൈസായിട്ട്. പിന്നെ നമുക്കൊരു ഗിയർ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്, ഡിസ്റ്റൻസ്, ടൈം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മെനുവിൽ ഭയങ്കര ചേഞ്ച് വരുത്താൻ പറ്റും. ഇപ്പോൾ നമുക്ക് വേണ്ട
സാധനങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് മാക്സിമം ചേഞ്ചസ് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ വേറെ നമുക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടയർ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് വണ്ടിയിൽ അറിയാൻ പറ്റും. ഞാൻ പതിയെ സ്റ്റിയറിംഗ് ഇപ്പോൾ ഒന്ന് തിരിക്കാം. അപ്പോൾ നിങ്ങൾ അതിലുള്ള ചേഞ്ച് കണ്ടില്ലേ, ഇതിപ്പോൾ ടയർ നമ്മൾ എങ്ങോട്ടാണ് നമ്മളുടെ ടയർ ഡയറക്ഷൻ പോകുന്നതെന്ന് ഇതിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഒന്നില്ലെങ്കിൽ ബിഗിനേഴ്സിലാണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടയർ എന്തോരം തിരിയുന്നുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷനിങ് കൂടി ഈ വണ്ടിയിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ വണ്ടി എവിടെയെങ്കിലും വെച്ച് നമ്മളിപ്പോൾ ഒരു ബ്ലോക്കിലാണെങ്കിലും വണ്ടി ഒന്ന് നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ക്ലച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനിങ് കൂടി മഹീന്ദ്ര ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ കൂട്ടാനായിട്ട് കുറച്ചും കൂടി ഒരു നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഈ 3XOടെ ഒരു റൈഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ വണ്ടി ഓടിച്ച് നോക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1.5 ലിറ്റർ ഡീസൽ, ടർബോ ഡീസൽ മാനുവൽ വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ വണ്ടിയിൽ നമ്മൾ കയറി നമ്മളിത് ഓടിക്കാൻ നേരത്തെ നോട്ടീസ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ് എനിക്ക് പേഴ്സണലി ഫസ്റ്റ് നോട്ടീസ് ചെയ്ത കാര്യം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ സ്റ്റിയറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു വണ്ണത്തിൻ്റെ കുറവാണെന്ന് ആണ് തോന്നുന്നത്. പക്ഷേ ഇത് നല്ലൊരു ഫീഡ്ബാക്ക് ഉള്ളൊരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. എനിക്കിതൊരു കുറച്ച് ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് എ ഗുഡ് സ്റ്റിയറിംഗ് വീൽ. പിന്നെ എഞ്ചിനിലേക്ക് വരുവാണെങ്കിൽ ഇത് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇത് ഏകദേശം ഒരു 115 bhp ഒരു 300 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഒരു ചെറിയ വണ്ടിയും കൂടി ആയത് കാരണം ഇത് നല്ലോണം നമുക്ക് ആ എഞ്ചിൻ പവർ നമ്മൾ ആക്സിലേറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഗിയർ ബോക്സിനെ കുറിച്ചാണ്. ഗിയർ ബോക്സ് നല്ലൊരു ഗിയർ ബോക്സ് ആണെങ്കിലും മാനുവലിൽ എനിക്ക് ഈ ഷിഫ്റ്റർ കുറച്ചൊരു റബ്ബറി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഷിഫ്റ്റ് അങ്ങോട്ട് അത്ര ക്രിസ്പായിട്ട് തോന്നുന്നില്ല. ഒരു ചെറിയൊരു റബ്ബർനെസ് ഉണ്ട്. പക്ഷേ ഗിയർ വീഴാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ലിറ്റിൽ ഐ വുഡ് ഹാവ് പ്രിഫേർഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള വണ്ടീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സ്ലിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ എന്നൊരു ഫീലുണ്ട്. അതല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള റൈഡ് തന്നെയാണ് നൽകുന്നത്. നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. പിന്നെ കുറച്ചൊരു പെപ്പിയും കൂടിയാണ്. എന്ന് വെച്ചാൽ ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഫീഡ്ബാക്കും എല്ലാം കൂടി വരാൻ നേരത്ത് നമുക്കൊരു ഫണ്ണുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫൺ എലിമെൻ്റ് ഉണ്ടല്ലോ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ, അതെന്തായാലും കിട്ടുന്നില്ല എന്നില്ല. അപ്പോൾ ഇനിയും പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സസ്പെൻഷൻ കൂടിയാണ്. മഹീന്ദ്രയുടെ വണ്ടി സസ്പെൻഷൻ ട്യൂണിങ് ഇത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാഡ് റോഡ്സ് ഒന്നും പോയിട്ടില്ല. എന്നാലും നമ്മളിപ്പോൾ ഓടിച്ചത്രയും സമയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംസൊക്കെ ഇത് നൈസായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവിങ്ങിലും ചെറിയ ചെറിയ ബംസ് ഒന്നും വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ബാഡ് റോഡ്സിലൊക്കെ പോവുകയാണെങ്കിലും ഈ ഒരു സസ്പെൻഷൻ നമ്മൾ ഇതുവരെയുള്ള ഒരു ഫീൽ വെച്ചിട്ട് അതും നല്ല രീതിയിൽ വണ്ടിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ആസ് വി ടോൾഡ് യു ദിസ് ഇസ് 1.5 ലിറ്റർ ഡീസൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീസലിൻ്റേതായുള്ള ടോർക്കും ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്രോളും ടർബോ പെട്രോളാണ്. ഇത് 1.2 ലിറ്റർ ടർബോ പെട്രോളാണ് ഈ വണ്ടിക്ക് ഉപയോഗിക്കുന്നത്. അതും നല്ല പെപ്പിയാണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പം മഹീന്ദ്ര XUV 3XO ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഏകദേശം 7 ലക്ഷം രൂപ മുതൽ ആണ് പ്രൈസിങ് വരുന്നത്. അത് മുതൽ ഏകദേശം 14 ലക്ഷത്തോളം രൂപയ്ക്ക് ഇവർക്ക് മോഡൽസ് ഉണ്ട്. 2 വേരിയൻസ് ആണ് മഹീന്ദ്ര XUV 3XO ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് AX വേരിയൻറ്റും ഒന്ന് MX വേരിയൻറ്റ്. MX ആണ് ബേസ് മോഡൽ വേരിയൻസ്. MX1, MX2, MX3 Pro വരെ ഉണ്ട്. അത് കഴിഞ്ഞ് AX 5, AX7 വരെ. AX7 ആണ് ടോപ്പ് എൻഡ് വരുന്നത്. അപ്പോൾ ഇത്രയും മോഡൽസ് ആണുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ 300 കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന മോഡൽസാണ് മഹീന്ദ്ര ഇപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്നത്, 3XOക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള AX7 മോഡലിന് ലെവൽ 2 ADAS വരെ അത് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇന്ത്യൻ വിപണിയിൽ ഇപ്പോഴത്തെ സബ് കോമ്പാക്ട് SUV മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ ഒരു വലിയ കണ്ടൻഡർ തന്നെയാണ് 3XO. എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റൈലിങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും ഡ്രൈവബിലിറ്റി നോക്കുവാണെങ്കിലും ഓക്കെ
ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ കൂടിയാണ് 3XO. അപ്പോൾ യു ഗൈസ് ഹു ആർ വാണ്ട് ടു ടേക്ക് ഇറ്റ്, നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സബ് കോമ്പാക്ട് SUV ആണ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ ഒരു തീരുമാനം എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മഹീന്ദ്രയുടെ സെയിൽസ് ആൻഡ് സർവീസ് ആണെങ്കിലും ഇതുവരെ നമുക്ക് അങ്ങനെ വളരെ നല്ല അഭിപ്രായമാണ് അവരെക്കുറിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയും കൂടിയാണ് XUV 3XO. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഈ വണ്ടി ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് മഹീന്ദ്രയുടെ കുണ്ടന്നൂരുള്ള വയലറ്റ് മഹീന്ദ്ര ഷോറൂമിൽ നിന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെങ്കിൽ അവിടെ പോകാം, അല്ലെങ്കിൽ വിസിറ്റ് യുവർ നിയറസ്റ്റ് മഹീന്ദ്ര ഷോറൂം ഫോർ ദ ടെസ്റ്റ് ഡ്രൈവ് ഓഫ് the all new XUV 3XO. Okay, then signing off. Bye bye.